മോണ്ടിനീഗ്രോയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ദേവാലയം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മോണ്ടിനീഗ്രോയിലെ അതിമനോഹരമായ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ദേവാലയമാണ്. രാത്രിയുടെ ശാന്തതയിൽ ഈ ദേവാലയം കൂടുതൽ മനോഹരമായി തിളങ്ങുന്നു. ചുറ്റുമുള്ള പാറക്കെട്ടുകളിൽ കുത്തിയ മനോഹരമായ കലാസൃഷ്ടികളും പ്രകൃതിയുടെ നിശബ്ദതയും ഈ സ്ഥലത്തിന് ഒരു ദൈവീകമായ അനുഭവം നൽകുന്നു. രാത്രിയിൽ തെളിയുന്ന ലൈറ്റുകളുടെ പ്രകാശത്തിൽ ഈ ദേവാലയത്തിൻ്റെ ഭംഗി കാണുമ്പോൾ മനസ്സിനൊരു അപൂർവമായ സമാധാനവും ആത്മീയ അനുഭൂതിയും ലഭിക്കുന്നതാണ്. ഈ ദേവാലയം നൂറ്റാണ്ടുകളായി വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മീയ ജീവിതത്തിൻ്റെയും കേന്ദ്രമാണ്. മോണ്ടിനീഗ്രോയിലെ ഓർത്തഡോക്സ് പാരമ്പര്യം വളരെ പുരാതനമാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ചരിത്രവും സംരക്ഷിക്കുന്നതിൽ ഇത്തരം ദേവാലയങ്ങൾ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ നിർമ്മാണ ശൈലി ബൈസന്റിയൻ പാരമ്പര്യത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. കല്ലുകൊണ്ടുള്ള ചുമരുകളും മനോഹരമായ ചിത്രങ്ങളും എല്ലാം ഐക്കണുകളും സന്ദർശകരെ കൂടുതൽ ആത്മീയതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ എത്തുന്നവർ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, മനസ്സിന് ശാന്തി കണ്ടെത്തുന്നതിനും ഈ അതുല്യമായ കലാസൗന്ദര്യം ആസ്വദിക്കുവാനുമാണ് എത്തുന്നത്. മോണ്ടിനീഗ്രോയിലെ ഈ വിശുദ്ധ സ്ഥലം പ്രകൃതിയും വിശ്വാസവും ചരിത്രവും ഒരുമിച്ച് ചേർന്ന ഒരു അമൂല്യ പൈതൃകമാണ്. ഇവിടെ ചില നിമിഷങ്ങൾ ചെലവഴിക്കുന്നത് ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും മാറി സമാധാനം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഈ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ സമയത്തും ഇവിടെ ഒരുപാട് വിശ്വാസികൾ ഈ ദേവാലയത്തിന് പുറത്ത് വന്ന് ശാന്തമായി പള്ളിയിലേക്ക് നോക്കി ഇരിക്കുന്നത് എനിക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 10:30 ആയിട്ടുണ്ട്. എങ്കിലും പള്ളിക്ക് പുറത്ത് ഈ സമയത്തും ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്. രാത്രി 8 മണിക്ക് ദേവാലയം അടയ്ക്കും. അതിനുശേഷം നമുക്ക് പുറത്തുള്ള ഈ മനോഹരമായ കാഴ്ചകൾ പള്ളിയുടെ നമുക്ക് പ്രാർത്ഥിക്കാനും കാണാനും ആയി സാധിക്കുന്നതാണ്. മോണ്ടിനീഗ്രോ സന്ദർശന വേളയിൽ ഈ ദേവാലയം കാണുന്നതിന് വേണ്ടി ഞാനൊരു പകൽ ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ വേറൊരു ഇടത്ത് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് വളരെ യാദൃശ്ചികമായി ആണ് ഞാൻ ഈ വഴി എത്തിച്ചേർന്നത്. അപ്പോൾ ഈ ദേവാലയം കണ്ടപ്പോൾ പോലും ഇതായിരുന്നു എനിക്ക് കാണേണ്ട ദേവാലയം എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ മനോഹരമായൊരു ദേവാലയം കണ്ടു. അങ്ങനെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കാണ് ഞാൻ കാണാനായി ആഗ്രഹിച്ച ആ ഒരു ദേവാലയം തന്നെയാണ് ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ഞാൻ ഒന്നും കൂടി രാവിലെ ഇത് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത പാർട്ടിൽ ചേർക്കുന്നതാണ്. താങ്ക് യു.